ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 43 തൃണാവർത്തവധം ശ്ലോകം 3. ഉദ്ദാമപാംസുതിമിരാഹതദൃഷ്ടിപാദേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്താ മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോധ. ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. ഉദ്ദാമപാംസു തിമിരാഹത ദൃഷ്ടിപാദേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ. ചേർത്ത് വായിക്കുമ്പം ഉദ്ദാമപാംസു തിമിരാഹത ദൃഷ്ടിപാദേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ. ഇതിലെ അക്ഷരങ്ങൾ നോക്കാം. ഉദ്ദാമ ദ ഡബിളായിട്ട് എഴുതണം. ദാന്ന് ഉദ്ദാമ മദ്ദളം എന്നൊക്കെ എഴുതണ പോലെ. പാംസു തിമിരാഹത ദൃഷ്ടിപാദേ ഷ്ടി ഷ ട എന്നൊക്കെ ഉള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ദ്രഷ്ടും ഇവിടെ അതേപോലെ ഷ്ടും എന്നുള്ളതൊക്കെ മൃദുവായിട്ട് പറഞ്ഞാൽ മതി. കിമപ്യകുശലേ പശുപാലലോകേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഉദ്ദാമപാംസു തിമിരാഹത ദൃഷ്ടിപാദേ. ഒന്നിച്ചു നോക്കാം അർത്ഥം. വർദ്ധിച്ച പൊടി കൊണ്ടുണ്ടായ ഇരുട്ടിനാൽ തടയപ്പെട്ട ദൃഷ്ടിയോടുകൂടിയ. ദ്രഷ്ടും കാണുന്നതിന്, കിമപി എന്തെങ്കിലും, അകുശലേ സമർത്ഥമല്ലാതെയായപ്പോൾ, പശുപാലലോകേ ഗോപസമൂഹം. ഹാ ബാലകസ്യ കിം ഇതി ത്വദ് ഉപാന്തം ആപ്താ മാതാ ഭവന്തം അവിലോക്യ ഭൃശം രുരോധ. ചേർത്തു ചൊല്ലുമ്പോൾ ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്താ മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോധ. ഇതിലെ അക്ഷരങ്ങൾ നോക്കാം. ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്ത. ത്വത് ഉപാന്തമാപ്ത. ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. മാതാ ഭവന്തം അവിലോക്യ. ഭവന്തം എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭൃശം ഭൃ നന്നായിട്ട് ഊന്നി പറയണം. രുരോധ അങ്ങനെ നിർത്താം. അർത്ഥം നോക്കാം. ഹാ കഷ്ടം ബാലകസ്യ കുഞ്ഞിന്, കിം എന്ത് സംഭവിച്ചു, ഇതി എന്നുച്ചരിച്ചുകൊണ്ട്, ത്വദുപാന്തം അങ്ങയുടെ അടുക്കലേക്ക്, ആപ്ത പ്രാപിച്ച അവൾ, മാതാ യശോദ, ഭവന്തം അങ്ങയെ, അവിലോക്യ കാണാഞ്ഞിട്ട്, ഭൃശം ദയനീയമായി, രുരോധ കരഞ്ഞു. ഉദ്ദാമപാംസു തിമിരാഹത ദൃഷ്ടിപാദേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്താ മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോധ. അടുത്തത് 4ാമത്തെ ശ്ലോകം. താവത് സദാനവവരോപി ച ദീനമൂർത്തിർഭാവത്കഭാരപരിധാരണലൂനവേഗ സങ്കോചമാപ തദനുക്ഷതപാംസു ഘോഷേ ഘോഷേ വ്യതായത ഭവജ്ജനനീ നിനാദ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. താവത് സ ചേർത്ത് ചൊല്ലുമ്പോൾ താവത് സ. ദാനവ വരോപി ചേർത്ത് ചൊല്ലുമ്പോൾ ദാനവ വരോപി ച ദീനമൂർത്തിർ ഭാവത് കഭാര പരിധാരണ ലൂനവേഗ. അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. ചേർത്ത് ചൊല്ലുമ്പോൾ താവത് സദാനവ വരോപി ച
ദീനമൂർത്തിർഭാവത്കഭാരപരിധാരണലൂനവേഗ. അതിൻ്റെ അർത്ഥം നോക്കാം. താവത് ആ സമയത്ത്, സ ആ ദാനവവര അപി അസുരൻ പോലും, ദീനമൂർത്തി തളർന്ന ശരീരത്തോടു കൂടിയവനും, ഭാവത്കഭാരപരിധാരണലൂനവേഗ അങ്ങയുടെ ഭാരം വഹിക്കുവാൻ അശക്തനുമായി തീർന്ന്. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. വാക്കുകളുടെ താവത് സ ചേർത്ത് ചൊല്ലുമ്പോൾ താവത് സ സ എന്നാണത്. ഭാവത് എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഭാവത്കഭാര അവിടെ ഭാന്ന് അതും ഊന്നി പറയാനുള്ളതാണ്. പരിധാരണ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വേഗ എന്ന് കഴിഞ്ഞിട്ട് വിസർഗമുണ്ട്, അങ്ങനെ വിസർഗത്തോടു കൂടെ നിർത്തണം. സങ്കോചം ആപ തദനു ക്ഷത പാംസു ഘോഷേ ഘോഷേ വ്യതായത ഭവത് ജനനീ നിനാദ. അവിടെയും വിസർഗമുണ്ട്, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. ചേർത്ത് ചൊല്ലുമ്പോൾ സങ്കോചമാപ തദനു ക്ഷത പാംസു ഘോഷേ ഘോഷേ വ്യതായത ഭവത് ജനനീ നിനാദ. നമുക്കിതിലെ വാക്കുകളുടെ അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കേണ്ടതെന്ന് നോക്കാം. സങ്കോചം ആപ തദനു തദ എന്നാണ്, ദയൽത്തെ ദ എന്നാണ്. ക്ഷത ക്ഷ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. പാംസു ഘോഷേ ഖ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ഇവിടെ അതേപോലെ ഘോഷേ എന്നുള്ളതിൻ്റെ ഖന്ന് നന്നായിട്ട് ഊന്നി പറയണം. വ്യതായത വ്യ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഭവത് എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഭവത് ജനനി അത് ചേർത്തിട്ടാണ് ഭവജ്ജനനി ജന്ന് ഡബിളായിട്ട് എഴുതിയിരിക്കുന്നത്. ഭവജ്ജനനി നിനാദ ജനനി എന്ന് കഴിഞ്ഞിട്ട് അടുത്ത വാക്കാണ്, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റിൽ ന എന്നാണ് ഉച്ചരിക്കേണ്ടത്. നിനാദ അടുത്തത് നാന്ന് വരും. നിനാദ അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. സങ്കോചം നഷ്ടചേഷ്ടനായ അവസ്ഥയെ ആപ പ്രാപിച്ചു. തദനു അനന്തരം ക്ഷതപാംസുഘോഷേ പൊടിയും ശബ്ദവും നിലച്ചതായി തീർന്നപ്പോൾ, ഘോഷേ ഗോകുലം, വ്യതായത എങ്ങും പരന്നു, ഭവജ്ജനനീ നിനാദ അങ്ങയുടെ അമ്മയുടെ ശബ്ദം. താവത് സദാനവവരോപി ച ദീനമൂർത്തിർഭാവത്കഭാരപരിധാരണലൂനവേഗ സങ്കോചമാപ തദനു ക്ഷതപാംസു ഘോഷേ ഘോഷേ വ്യതായത ഭവജ്ജനനീ നിനാദ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.